രക്ഷിക്കപ്പെടാനുള്ള മാർഗമാണ് അപ്പോസ്തലനായ പത്രോസ് നമുക്കിവിടെ വരച്ച് കാണിച്ചു തരുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെതായ ശൈലിയുണ്ട്. നമ്മളെ ഫ്രൂട്ട്ഫുൾ ആക്കാൻ, നമ്മളെ സക്സസ്ഫുൾ ആക്കാൻ ദൈവത്തിൻ്റെതായ ശൈലിയുണ്ട്. ഈ വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ സ്തോത്രം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും. സ്തോത്രം. അപ്പം ഇവിടെ പറയുകയാണ്, പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, യു ക്യാൻ ബി സക്സസ്ഫുൾ. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ കഴിയും, നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആകാൻ കഴിയും. എങ്ങനെയാണ്? അതിൻ്റെ മുന്നിലുള്ള 5 മുതൽ 8 വരെയുള്ള വാക്യം, 7 വരെയുള്ള വാക്യം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഹൗ ഐ ക്യാൻ ബിക്കം സക്സസ്ഫുൾ. നിങ്ങൾ ആ 5-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് കൊണ്ടുപോവുകയാണ്. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. ഹലോ 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 നോക്കിക്കേ. അപ്പം അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, ഇതൊക്കെ നിങ്ങൾ കൂട്ടണം. യു ഹാവ് ടു ഡെവലപ്പ്. കൂട്ടിക്കൊള്ളണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാൻ പ്രിയരെ കുറുക്ക് വഴികളൊന്നുമില്ല. ഇന്നുള്ള ലോകത്തെല്ലാം ഇൻസ്റ്റൻ്റാണ് അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ മലയാളി ഗ്രോസറി സ്റ്റോറിൽ കണ്ടപ്പോഴാണ് എല്ലാം ഇൻസ്റ്റൻ്റ് ലഭിക്കുക. കറി വേണമെങ്കിൽ കറി ഇൻസ്റ്റൻ്റാണ്, എല്ലാം ജസ്റ്റ് ചൂടാക്കി മതി, ബാക്കിയെല്ലാം ഇൻസ്റ്റൻ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ ഈ ജനറേഷൻ ഇത് ഇൻസ്റ്റൻ്റായിട്ട് ജീവിക്കുന്ന ജനറേഷനാണ്. എല്ലാവർക്കും പെട്ടെന്ന്. എന്നാൽ ദൈവത്തിന് ഒരുവനെ സക്സസ്ഫുൾ ആക്കാൻ, ഒരുവനെ ഫ്രൂട്ട്ഫുൾ ആക്കാൻ ദൈവത്തിൻ്റെതായ പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെതായ ശൈലിയുണ്ട്. അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, നിങ്ങൾക്ക് നിഷ്ഫലന്മാരാകാതെ നിങ്ങൾക്കിരിക്കണമെങ്കിൽ, നിങ്ങൾ ഫലമുള്ളവരായി തീരണമെങ്കിൽ ഇവ നിങ്ങളിൽ വർദ്ധിച്ചു വരണം. ഇവ നിങ്ങളിൽ വർദ്ധിച്ചു വരണം. ഹല്ലേലൂയ. എന്താണ് വർദ്ധിച്ചു വരേണ്ടത്? നിങ്ങൾ കൗണ്ട് ചെയ്തോണം. ആദ്യത്തേത് എന്താണ്? വിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കണം. വിശ്വാസം. ഹല്ലേലൂയ. ക്രിസ്തീയത എന്ന് പറയുന്നത് കേവലം പ്രിയരെ ഒരാചാരമല്ല. ക്രിസ്തീയത എന്ന് പറയുന്നത് കേവലം ഒരു ആരാധന മാത്രമല്ല. ക്രിസ്തീയത എന്ന് പറയുന്നത് അതൊരു സ്വഭാവമാണ്, അതൊരു ജീവിത ശൈലിയാണ്. ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ഞാൻ ജനിച്ചത് കൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാകയില്ല. ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലെ ഒരു മകനായതുകൊണ്ട് ഞാൻ കർത്താവിനെ അറിയണമെന്ന് നിർബന്ധമില്ല, ഞാൻ സക്സസ്ഫുൾ ആകണമെന്ന് നിർബന്ധമില്ല. എങ്ങനെ എനിക്ക് സക്സസ്ഫുൾ ആകാൻ കഴിയും? 8 കൂട്ടം കാര്യങ്ങൾ അപ്പോസ്തലനായ പത്രോസ് ഒന്നിന് പുറകെ ഒന്നായി അടുക്കി പറയുകയാണ്. അതിലെ 1-ാമത്തെ പദമാണ്, ഒന്ന്, നിങ്ങളിൽ എന്ത് വർദ്ധിച്ചു വരണം? വിശ്വാസം വർദ്ധിച്ചു വരണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവുമായ ബേസിക് പ്രിൻസിപ്പിൾ, the basic principle of a Christian life is faith in God. ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും വലിയ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോസ്തലനായ എബ്രായ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട് 11:6, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, നിങ്ങൾ എത്ര വലിയവനാണെങ്കിലും, എത്ര പൊസിഷൻ നിനക്കുണ്ടെങ്കിലും, ദൈവപ്രസാദം ഒരുവനിൽ വരണമെങ്കിൽ the basic thing you need to have a faith in God. ദൈവത്തിൽ നിനക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഒരു കാലഘട്ടത്തിൽ നമ്മളെയൊക്കെ വിളിച്ചിരുന്ന ഒരു പേരുണ്ടായിരുന്നു, വിശ്വാസി. വിശ്വാസി. ഹല്ലേലൂയ. എന്താണ് വിശ്വാസി? കർത്താവിനെ വിശ്വസിക്കുന്നവനെ പറയുന്ന പേരാണ് വിശ്വാസി. എന്നാൽ ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ആ പേരിൻ്റെ ഒക്കെ അർത്ഥം അത്രമാത്രം ഉണ്ടോ എന്ന് പലപ്പോഴും ഞാൻ സംശയിച്ചു പോവുകയാണ്.
ഏറ്റവും കൂടുതൽ അവിശ്വാസം കാണുന്നത് നമ്മുടെ ഇടയിലാണ്. എന്നാൽ ഇന്ന് പകലിലും ആത്മാവ് ദൈവസഭയോട് പറയാൻ ഒരൊറ്റ ദൂത് തരികയാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫലമുള്ളവരാകണമെങ്കിൽ, നിങ്ങൾ സക്സസ്ഫുൾ ആകണമെങ്കിൽ, ഒന്ന്, യു നീഡ് ടു ഹാവ് എ ഫെയ്ത്ത് ഇൻ ഗാഡ്. ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകണം. അടുത്തിരിക്കുന്നവരുടെ കരങ്ങളെ കൊടുത്തിട്ട് പറ, വിശ്വാസം ഉണ്ടാകണമെന്ന് പറ. വിശ്വാസം ഉണ്ടാകണമെന്ന് പറ. അല്ലെങ്കിൽ ഇത് പലതും മോണോലോഗായി പോവുക. നിങ്ങളെല്ലാം എന്നെ നോക്കുക. സ്തോത്രം. പ്രിയരെ, വിശ്വാസം എന്ന് പറയുന്നത് ദ കീ ഫാക്ടറാണ്, നമ്മുടെ ജീവിതത്തിലെ കീ ഫാക്ടറാണ്. പലവിധമായ വിശ്വാസങ്ങളെ വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പലവിധമായ വിശ്വാസങ്ങൾ. സ്തോത്രം. അതിൽ ഒന്നാമത്തെ വിശ്വാസം നമുക്ക് കാണാൻ കഴിയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 22 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു വിശ്വാസത്തെക്കുറിച്ച് കർത്താവ് അവിടെ പറയുന്നുണ്ട്. കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്: യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പീൻ. അടുത്ത വാക്യം, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട്. യേശുവോ തൻ്റെ ശിഷ്യന്മാരോ ഏതെങ്കിലും ഒരു മലയെ കടലിൽ കൊണ്ടുപോയി ഇട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. അക്ഷരീകമായ ഒരു മലയെ, ഒരു ഒലിവ് മലയാകട്ടെ, ഹോറേബ് മലയാകട്ടെ, ഒരു മലയെയും യേശുവോ തൻ്റെ ശിഷ്യന്മാരോ കടലിൽ കൊണ്ടുപോയി ഇട്ടതായി നമുക്ക് തെളിവില്ല. പിന്നെ എന്താ കർത്താവ് ഇവിടെ പറയുന്നത്? എന്താണ് കർത്താവ് ഇവിടെ ഉപദേശിക്കുന്നത്? ഒന്നേയുള്ളൂ, മല പോലെ നിൽക്കുന്ന വിഷയങ്ങൾ, മല പോലെ മാറാതെ നിൽക്കുന്ന വിഷയത്തോട് ദൈവത്തിൽ വിശ്വസിച്ച് ഹൃദയത്തിൽ സംശയിക്കാതെ മലയോട് നീ സംസാരിച്ചാൽ, മലയോട് നീ പറഞ്ഞാൽ, നീ പറഞ്ഞതുപോലെ സംഭവിക്കും. ഈ ഫെയ്ത്തിന് ഞാൻ കൊടുക്കുന്ന പേര് ദ സെയിങ് ഫെയ്ത്ത് ആണ്. സെയിങ് ഫെയ്ത്ത്, സംസാരിക്കുന്ന വിശ്വാസം. സംസാരിക്കുന്ന വിശ്വാസം. വിശ്വാസം നിങ്ങൾ സംസാരിക്കുക. ഹല്ലേലൂയ. മലയുടെ പ്രത്യേകത നമുക്കറിയാം. ജീവജാലങ്ങളെ എല്ലാം അറിയാം അല്ലേ? ഇപ്പം നമ്മൾ ഒരു മനുഷ്യനോട് അങ്ങോട്ടൊന്ന് മാറി നിൽക്കടാ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കും, മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കും. ഒരു ജീവജാലങ്ങളോട്, ജീവനുള്ള ഏതൊരു വസ്തുവിനോടും നമ്മളൊന്ന് മാറി നിൽക്കാൻ പറഞ്ഞത് മാറും. എന്നാൽ മലയുടെ പ്രത്യേകത എന്താണ്? മലയുടെ പ്രത്യേകത അതിൽ ജീവനില്ല. ജീവനില്ലാത്ത ഒരു വസ്തുവാണ് മല. ഒരിക്കലും മാറ്റമില്ലാത്തൊരു വസ്തുവാണ് മല. എന്നാൽ ജീവനില്ലാത്ത ആ മലയോട് ഹൃദയത്തിൽ സംശയിക്കാതെ ദൈവത്തിൽ വിശ്വസിച്ച് മലയോട് നീ സംസാരിച്ചാൽ നീ പറയുന്നത് പോലെ സംഭവിക്കും. ഇതാണ് സംസാരിക്കുന്ന വിശ്വാസം. ഇന്ന് പകലിലും നിങ്ങളോട് ഞാൻ ആത്മാവിൽ ദൂത് പറയാം. ഹല്ലേലൂയ. മല പോലെ നിങ്ങളുടെ നിൽക്കുന്ന ആ വിഷയമുണ്ടല്ലോ, മാറാതെ നിൽക്കുന്ന ഒരു വിഷയമില്ലേ, ജീവനില്ലാതെ നിൽക്കുന്ന ആ ഒരു വിഷയമില്ലേ, ആ വിഷയത്തോട് ഇന്ന് പകലിൽ ആത്മാവിൽ ദൈവത്തിൽ വിശ്വസിച്ച് നീ ഒന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ, അവ നിന്റെ മുൻപിൽ നിന്നും മാറിപ്പോകും. അതാണ് വചനം പറയുന്നത്. You should have a saying faith. സംസാരിക്കുന്ന വിശ്വാസം. രണ്ടാമത്തെ ഒരു വിശ്വാസത്തെ കുറിച്ച് വചനം നമുക്ക് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21-ാമത്തെ വാക്യം. യേശു അവിടെ വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അടുത്ത വാക്യം. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്കെ വന്നു, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കളേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. നോക്കിക്കേ,
സക്സസ്ഫുൾ ആകാൻ ഒന്നാമത്തെ പടി, ദ സ്റ്റെപ്സ് ഫോർ ക്രിസ്ത്യൻ ഫെയ്ത്ത്, ഒന്നാമത്തെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ഒന്നാമത്തെ വിശ്വാസം ഞാൻ പറഞ്ഞു എന്താണ്? ദ സെയിങ് ഫെയ്ത്ത്, സംസാരിക്കുന്ന വിശ്വാസം. രണ്ടാമത്തെ വിശ്വാസം നമ്മളിവിടെ കാണുന്നത്, ആ വിശ്വാസത്തിന് ഞാനിടുന്ന പേര് ഇങ്ങനെയാണ്, ലജ്ജയില്ലാത്ത വിശ്വാസം, ദ ഷെയിംലെസ് ഫെയ്ത്ത്. ഹല്ലേലൂയ. എന്താണ് ലജ്ജയില്ലാത്ത വിശ്വാസം? നമുക്കറിയാം, കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ നിലവിളിച്ചു കൊണ്ടുവരിക. നിലവിളിച്ച് എന്താ അവിടെ വിഷയം എന്താണ്? തൻ്റെ മകൾക്ക് ഭൂതോപദ്രവം പിടിച്ചിരിക്കുന്നു, എൻ്റെ മകളെ നീ ഒന്ന് സൗഖ്യമാക്കണം. നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ അവൾ വന്ന് കരയുകയാണ്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ പദം മറ്റൊന്നുമല്ല. അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്, യേശു അവളോട് ഒരു വാക്കും, പാസ്റ്ററായ ഞാൻ ഇവിടെ വന്ന് നിൽക്കുക, ഒരാൾ വന്ന് എന്നോട് പ്രാർത്ഥിക്കാൻ പറയുക, പാസ്റ്ററെ എനിക്ക് ഇന്ന വിഷയം, എൻ്റെ മകന് ഇന്ന വിഷയമുണ്ട്, എൻ്റെ മകൾക്ക് ഇന്ന വിഷയമുണ്ട്, പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോൾ അവരോട് മുഖത്ത് നോക്കി ഞാൻ ഒന്നും പറയാതെ ഞാൻ മാറിപ്പോയാൽ അവർക്കുണ്ടാകുന്ന ആ ഒഫൻസ് എന്ത് മാത്രമാണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി. അടുത്ത ഞായറാഴ്ച ജസ്റ്റിൻ ബ്രദറെ അവർ ചർച്ച ഉണ്ടാകത്തില്ല, ഗ്യാരണ്ടിയാണ്. കാരണം പാസ്റ്ററിനോട് വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം പറയുക, ഒന്ന് പ്രാർത്ഥിക്കും പാസ്റ്ററെ, അപ്പം ഞാനൊന്നും പറയാതെ പോവാ. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഒരു കനാന്യ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യേശുവേ എൻ്റെ മകൾക്ക് ഭൂതോദ്രവം പിടിച്ചിരിക്കുന്നു, ഒന്ന് സൗഖ്യമാക്കണം, നിലവിളിക്കുകയാണ്. അവിടെ യേശു അവളോട് ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. കർത്താവ് ഒന്നും പറഞ്ഞില്ല. രണ്ടാമത്തെ ഭാഗം കർത്താവോട് പറയുന്നൊരു ഭാഗമുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ വിഷയം, കർത്താവ് അവളെ തിരസ്കരിക്കുക. കർത്താവ് പറയുന്നത്, ഞാൻ നിനക്ക് വേണ്ടി വന്നവനല്ല, നിങ്ങൾ വേറെ ആരുടെയും അടുത്ത് പോകും. അവളെ തിരസ്കരിക്കുക. സ്തോത്രം. മൂന്നാമത്തെ ഭാഗം, എന്നെ ഒത്തിരി ആശയക്കുഴപ്പത്തിലാക്കിയതും എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചമായ മൂന്നാമത്തെ ഭാഗം, കർത്താവ് അവളോട് പറയുന്ന ഒരു പദമുണ്ട്. അതിനെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദ പെറ്റ് ഡോഗ്. അവളെ വിളിക്കുന്ന ഒരു പേരാണ് ദ പെറ്റ് ഡോഗ്, നായ്ക്കുട്ടികൾ. മക്കളുടെ അപ്പമെടുത്ത നായ്ക്കുട്ടി. അതിൽ പരം ഒരു സ്ത്രീ ഒഫൻഡഡ് ആകാൻ എന്തെങ്കിലും കാരണം വേണോ? ഒന്നും പറഞ്ഞില്ല. 2, അവളെ തിരസ്കരിച്ചു. 3, അവളെ വിളിക്കുന്നൊരു പേര് നായ്ക്കുട്ടി. ഞാനോ എൻ്റെ വൈഫ് ലിജിയോ ഒക്കെ ആയിരുന്നെങ്കിൽ പിന്നെ അവിടെ നിൽക്കത്തില്ല. കാരണം അതിൽ കൂടുതൽ നമുക്ക് ശേഷിയില്ല അവിടെ നിൽക്കാൻ. എന്നാൽ ഈ സ്ത്രീയെ നിങ്ങളൊന്ന് നോക്കിക്കേ, ഇത്രയൊക്കെ കർത്താവളോട് പറഞ്ഞിട്ടും അടുത്ത വാക്യം അവൾ പറയുന്നത്, അതിനവൾ എന്നാൽ എൻ്റെ പാട് നോക്കി പോകാം എന്നല്ല അവൾ പറയുന്നേ. അതിനവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉട്ടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. ഇത്രയൊക്കെ അവൾ ഒഫൻഡഡ് ആയിട്ടും, ഇത്രയൊക്കെ അവളെ കർത്താവ് പറഞ്ഞിട്ടും അവളുടെ വിശ്വാസത്തെ അവൾ ത്യജിച്ച് കളഞ്ഞില്ല. അവളുടെ വിശ്വാസത്തിൽ നിന്ന് അവൾ പിന്മാറിപ്പോയില്ല. പിന്നെയും അവിടെ മുറുകെ പിടിച്ച് നിൽക്കുക. ഈ ഫെയ്ത്തിന് ഞാൻ കൊടുക്കുന്ന പേരാണ് ഷെയിംലെസ് ഫെയ്ത്ത്, ലജ്ജയില്ലാത്ത വിശ്വാസം. ഇന്ന് പകലിലും ഒരു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ സമയത്ത് നിങ്ങളുടെ പക്കൽ വന്നില്ലെന്ന് വരും. ഒരു പക്ഷേ ഈ കർത്താവ് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. എന്തുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ആരാധിച്ചിട്ട് എൻ്റെ വിഷയത്തിനൊരു മറുപടിയില്ലെന്ന് നിങ്ങൾ വിചാരിക്കും. ഒരു പക്ഷെ നിന്റെ വിഷയത്തിനകത്ത് ചില സമയങ്ങൾ എൻ്റെ കർത്താവ് മൗനമായെന്ന് വരും. അപ്പോഴും കർത്താവിനെ ഇട്ടിട്ട് പോകരുത്. സ്റ്റേ ഹോൾഡ്. അവനെ മുറുകെ പിടിച്ചോണ്ട് നിൽക്കുക. ആത്മാവിൽ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടത്, ഈ ഭാഗത്ത് കർത്താവ് അവളുടെ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്താ അങ്ങനെ പറയാനുള്ള കാരണം?
നമുക്കറിയാം കർത്താവ് ചുങ്കക്കാരുടെ കൂടെ പോയിട്ടില്ലേ? കർത്താവ് പാപികളുടെ കൂടെ പോയിട്ടില്ലേ? ചുങ്കക്കാരന്റെ വീട്ടിൽ ചെന്ന് ആഹാരം കഴിച്ചിട്ടില്ലേ? എന്നാൽ ഈ സ്ത്രീയുടെ പാടത്ത് വന്നപ്പോൾ എന്താണ് കർത്താവിന് വേറൊരു ട്യൂണ്? ആത്മാവിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. ദൈവം അവളുടെ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. ആ ടെസ്റ്റിനകത്ത് അവൾ ജയിച്ചു കയറി. കർത്താവ് മിണ്ടാതിരുന്നപ്പോഴും, അവളെ തിരസ്കരിച്ച് മാറ്റി നിർത്തിയപ്പോഴും, നായ്ക്കുട്ടി എന്നവളെ വിളിച്ചപ്പോഴും അവൾ ആ ഫെയ്ത്തിൽ ഉറച്ചു നിന്നു. അവസാനം കർത്താവ് അവളോട് പറയുന്ന ഒരു പദമുണ്ട്: എൻ്റെ കുഞ്ഞെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭാവിക്കട്ടെ. ഇന്ന് പകലിലും ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തെ കർത്താവ് ടെസ്റ്റ് ചെയ്യും കേട്ടോ. ചിലപ്പോൾ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യും. ചിലപ്പോൾ വിശ്വാസത്തെ പരിശോധനയ്ക്കകത്തൂടെ നമ്മളെ കടത്തിവിടും. ചില എക്സാമിനകത്ത്, നമ്മൾക്ക് എക്സാം ഹോളിനകത്ത് കയറിയിരിക്കുന്നത് പോലെ നമ്മളോട് മിണ്ടാതിരിക്കുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാകും കർത്താവിന്. എന്നാൽ അവിടെയും സ്തോത്രം തീർന്നു പോകരുത് കേട്ടോ. അവിടെയും മടുത്തു പോകരുത് കേട്ടോ. അവിടെ നിന്ന് നിങ്ങൾ പിന്മാറി പോകരുത് കേട്ടോ. അവിടെ കർത്താവിനെ ത്യജിച്ചിട്ട് ഇട്ടിട്ട് പോകരുത് കേട്ടോ. ഇന്ന് പകലിൽ അതിനകത്ത് നീ വിജയിച്ച് കയറിയ കർത്താവ് നിന്നോട് പറയുന്ന ഒരു പദമുണ്ട്: കുഞ്ഞെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. കർത്താവ് സീൽ ചെയ്യും. ഹല്ലേലൂയ. നിന്റെ ഇഷ്ടം പോലെ നിനക്കത് ഭവിക്കട്ടെ. നോക്കിക്കേ, ഒന്നാമത്തെ വിശ്വാസം ഞാൻ പറഞ്ഞത് ദ സെയിം ഫെയ്ത്ത് ആണ്. രണ്ടാമത്തെ വിശ്വാസം ഷെയിംലെസ് ഫെയ്ത്ത് ആണ്. മൂന്നാമത്തെ ഒരു വിശ്വാസമുണ്ട്. ഒത്തിരി വിശ്വാസങ്ങളുണ്ട്, എൻ്റെ മുമ്പിൽ സമയമില്ലല്ലോ. മൂന്നാമത്തെ ഒരു വിശ്വാസമുണ്ട്. അത് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 43 മുതൽ 48 വരെയുള്ള വാക്യത്തിൽ മൂന്നാമത്തെ ഒരു ഫെയ്ത്തിനെ കുറിച്ച് കാണുന്നുണ്ട്. വായിച്ചേ. അന്ന് 12 സംവത്സരമായി രക്തസ്രവമുള്ളവളും എല്ലാ വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ പുറകിൽ അടുത്തു ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. എന്നെ തൊട്ടത് ആർ എന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ, ഗുരു, പുരുഷാരം നിന്നെ തിക്കി തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. യേശുവോ, ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചുകൊണ്ട് വന്ന് അവൻ്റെ മുമ്പിൽ വീണ് അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കി അറിയിച്ചു. മതി. നോക്കിക്കേ, മൂന്നാമത്തെ ഒരു വിശ്വാസം, ടാപ്പിംഗ് ഫെയ്ത്ത്. ദൈവത്തിങ്കിൽ നിന്ന് വിശ്വാസത്തെ ചോർത്തിയെടുക്കുന്ന വിശ്വാസം. എന്താണ് ഇവിടെ സംഭവിച്ചത്? നമുക്കെല്ലാം അറിയാം. 12 വർഷം രക്തസ്രാവമായ ഒരു സ്ത്രീയെ, അവൾ കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയാണ്. അവൾക്കുള്ള എല്ലാം വിറ്റ് തൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അവൾ ചെലവഴിച്ചു. എങ്ങനെയെങ്കിലും സൗഖ്യം എനിക്ക് ഉണ്ടാകണമെന്ന് വിചാരിച്ചുകൊണ്ട് സ്തോത്രം താൻ വൈദ്യന്മാരെയൊക്കെ പോയി കണ്ടു. അവിടെയുള്ള സ്പെഷ്യലിസ്റ്റിനെ എല്ലാം പോയി കണ്ടു. എല്ലാ ഹോസ്പിറ്റലുകളിലും മാറി അവൾ കയറി. എന്നിട്ടും അവളുടെ പണം മുഴുവൻ തീർന്നിട്ടും അവളുടെ ചികിത്സിച്ച എല്ലാ ഡോക്ടർമാരും അവൾ കൈയൊഴിഞ്ഞു. അവസാനം അവർ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് നിനക്ക് തരാൻ മെഡിസിൻ ഇല്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ അവൾ വീട്ടിനകത്തിരിക്കുമ്പോൾ യേശു എന്ന പേരുള്ളവനെ അവൾ തിരിച്ചറിയുകയാണ്. അവൾ കേട്ടു, യേശു എന്ന ഒരു പുരുഷനുണ്ട്, അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു, അവൻ അടയാളങ്ങൾ ചെയ്യുന്നു, നിന്റെ ടൗണിലൂടെ അവൻ കടന്നു പോകുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് കേട്ട മാത്രയിൽ അവളുടെ ഉള്ളിനകത്ത് വിശ്വാസം ചൂട് പിടിക്കാൻ തുടങ്ങി കേട്ടോ. ഹല്ലേലൂയ. യഹൂദ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്രകാരം ബ്ലീഡിംഗ് ഉള്ള ഒരു സ്ത്രീ പൊതുജന മധ്യത്തിൽ വന്നാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ളത് സ്തോത്രം അന്നത്തെ മത പുരോഹിതന്മാർ നിർദ്ദേശിക്കുന്ന നിർദ്ദേശമാണ്. ഇപ്രകാരം യഹൂദ മത ചട്ടക്കൂടുകൾ നിലനിൽക്കുമ്പോൾ യേശു എന്ന പേര് അവളുടെ ഉള്ളിലേക്ക് കയറി. അത് വിശ്വാസമായി പരിണമിച്ച് അവളുടെ ഉള്ളിൽ അവൾ തന്നെ പറയാൻ തുടങ്ങി, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. Glory to God.
ഈ വിശ്വാസം ചൂട് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ചൂട് പിടിച്ച് അവൾ എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ ഭവനത്തിൽ നിന്ന് അവൾ എഴുന്നേൽക്കുകയാണ്, ഭവനത്തിന് പുറത്ത് വരികയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആ പിശാച് ഒരു സൈഡിൽ വന്ന് പറയും, നീ കാണിക്കുന്നത് പൊട്ടത്തരമാണ്, നീ കാണിക്കുന്നത് തെറ്റാണ്, യഹൂദ മത പണ്ഡിതന്മാർ നിന്നെ കണ്ടാൽ കല്ലെറിയും. എന്നാൽ മറ്റേ ഭാഗത്ത് വിശ്വാസം അവളോട് പറയുകയാണ്, സ്ത്രീയെ നീ പോയി തൊട്, നീ പോയി തൊട്, നീ പോയി തൊട്. ഇന്ന് പകലിൽ വിശ്വാസത്തിന് ചെവി കൊടുത്തവൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തുക തൊട്ടപ്പോൾ ആ മാത്രയിൽ തന്നെ അവ അത്ഭുതങ്ങൾ സംഭവിച്ചു. എന്താണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം? നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിങ്കിൽ നിന്ന് ശക്തിയെ ചോർത്തിയെടുക്കുന്ന വിശ്വാസമായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കണ്ടത് ഈ സ്ത്രീയെ ആരും തൊട്ടില്ല കേട്ടോ. എത്ര പേർക്ക് ഞാൻ പറയുന്ന പദം മനസ്സിലാകുന്നുണ്ട്? ഈ സ്ത്രീയെ ആരും തൊട്ടില്ല കേട്ടോ. കർത്താവ് ഈ സ്ത്രീയെ തൊട്ടില്ല. അവൾ കർത്താവിനെ തൊട്ട മാത്രയിൽ കർത്താവിങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടെങ്കിൽ ഇന്ന് പകലിൽ ഹല്ലേലൂയ ഒരു ദൈവദാസന് വേണ്ടി നിങ്ങൾ നിൽക്കണ്ട കേട്ടോ. ഇന്ന് പകലിൽ വിശ്വാസത്തോടെ ദൈവസന്നിധി ചെല്ലാൻ നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ മേൽ അത്ഭുതങ്ങൾ വെളിപ്പെട്ടിരിക്കും. അതിനൊരു കൃപാവര പ്രാപ്തന്റെ ആവശ്യമില്ല, അതിനൊരു പ്രവാചകന്റെ ആവശ്യമില്ല. ഇന്ന് പകലിൽ വിശ്വാസത്തോടെ നീ ചെല്ല. ഇന്ന് പകലിൽ അവനിൽ നിന്ന് ശക്തിയെ ചോർത്തിയെടുക്ക. ചോർത്തിയെടുക്കുന്ന വിശ്വാസം. അവൾ ചെയ്തത് യേശുവിന്റെ വസ്ത്രത്തിന്റെ തങ്ങൽ തൊട്ടു. ഹല്ലേലൂയ. അവിടെ കർത്താവ് പറയുന്നൊരു പദം എന്നെ ഒത്തിരി ആകർഷിച്ചു. അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. അവസാന ഭാഗം ഒന്ന് വായിക്കാമോ? യേശുവോ എന്നെ ആറ് തൊട്ടു. അതൊന്ന് വായിച്ചേ. യെസ്. നോക്കിക്കേ, ഞാൻ നിന്നെ രക്ഷിച്ചു എന്നാണോ യേശു പറഞ്ഞത്? കേട്ടില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. Glory to God. അതാ ഞാൻ പറഞ്ഞത്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ദ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദ ഫെയ്ത്ത് ഇൻ ഗാഡ്, ദൈവത്തിൽ ഉള്ള വിശ്വാസമാണ്. പകലിൽ ആ വിശ്വാസത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. 3 ഫെയ്ത്തിനെ കുറിച്ച് പറഞ്ഞു. എൻ്റെ മുൻപിൽ സമയം പോവുകയാണ്. അടുത്ത ഭാഗം പകൽ നിങ്ങൾക്ക് ഈ മെസ്സേജിൻ്റെ ഒരു തലക്കെട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുത്തോണം: ദ സ്റ്റെപ്സ് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. നിങ്ങളുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ചവിട്ടുപടികൾ. ഈ ഒരു ദൂത് ഇങ്ങനെയാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഇതിനകത്ത് വലിയ ഒരു ഉണർവ് നിങ്ങൾക്ക് കണ്ടില്ലെന്ന് വരും. എന്നാൽ ആത്മാവിനോട് പറയുന്നത് ഇത് ഒരുക്കത്തിൻ്റെ ഒരു മെസ്സേജാണ്. ദൈവമക്കളെ ഒരുക്കിയെടുക്കുന്ന ഒരു മെസ്സേജാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചിരിക്കാം. ഒന്നാമത്തെ കാര്യം എന്താണ് വർദ്ധിച്ചു വരേണ്ടത്? വിശ്വാസം വർദ്ധിച്ചു വരണം. 2, വിശ്വാസത്തോടുകൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? വീര്യം ആഡ് ചെയ്യും. എന്താണ് വീര്യം? വീര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രീക്ക് പദത്തിൽ അതിൻ്റെ അർത്ഥം ദ മോറൽ ഗുഡ്നെസ്, ധാർമ്മികമായ നന്മ അല്ലെങ്കിൽ പ്യൂരിറ്റി. അധാർമികമായ വിഷയങ്ങൾക്ക് കൈകൊടുക്കാതെ ധാർമ്മികമായതിനു വേണ്ടി നിൽക്കുക. അപ്പം അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, നിങ്ങൾക്ക് പ്രയോജനപ്പെടണ്ടേ, നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആകണ്ടേ, നിങ്ങൾക്ക് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണ്ടേ? 1, വിശ്വാസം ഉണ്ടാകണം. തീർന്നില്ല. വിശ്വാസത്തിൻ്റെ കൂടെ വീര്യമാട് ചെയ്യുക. എന്താണ് വീര്യം? ധാർമ്മികമായ നന്മ, പ്യൂരിറ്റി. അധാർമികമായ ഒന്നിനും പോയി കൈ കൊടുക്കരുത്. അത് നിങ്ങളുടെ ജോലി സ്ഥലമാകട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ആകട്ടെ, നിങ്ങളുടെ ഏത് മേഖലയാകട്ടെ, അധാർമികമായതിനൊന്നും പോയി കൈ കൊടുക്കരുത്. 2ാമത്തെ ഭാഗം വീര്യം. 3, വീര്യത്തോടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? പരിജ്ഞാനം, ദ നോളജ് ഓഫ് ഗാഡ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ആഡ് ചെയ്യുക. ഞാൻ പാസ്റ്റർ ഇവിടെ നിൽക്കുമ്പോൾ എല്ലാ ആഴ്ചയിലും മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്നവനാണ്. എങ്കിലും ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ അറിവ് പരിമിതമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പം എന്താണ് നമ്മുടെ വീര്യത്തോട് ആഡ് ചെയ്യേണ്ടത്? ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ആഡ് ചെയ്യുക. അതുകൊണ്ടാണ് പൗലോസ് ഈ പരിജ്ഞാനത്തെക്കുറിച്ച് പൗലോസ് ഇങ്ങനെ ഒരു പദം പറയുന്നുണ്ട് കേട്ടോ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം എനിക്ക് ലാഭമായതൊക്കെയും ഛേദമെന്നെണ്ണി. അപ്പം ഈ പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? ലാഭമായി നമ്മൾ കരുതുന്ന പലതും ഛേദമെന്ന് നമ്മൾ എണ്ണും. ഇന്ന് പകലിൽ അങ്ങനെ നിങ്ങൾക്ക് എണ്ണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ പരിജ്ഞാനം വർദ്ധിപ്പിക്കുക, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുക. അയ്യോ, അവൻ ഇതുണ്ടല്ലോ, അവൻ എന്നേക്കാൾ വലുതാണല്ലോ, അവൻ ഈ കാറുണ്ടല്ലോ, അവൻ ഈ ബംഗ്ലാവ് ഉണ്ടല്ലോ, എനിക്ക് ഈ ചെറിയ വീടാണല്ലോ. ഇതൊക്കെ മാറിക്കിട്ടും. എപ്പോഴാണെന്നറിയാവോ? ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരുമ്പോൾ. ഉള്ളതിനകത്ത് തൃപ്തിപ്പെടാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ഛേദമെന്നെണ്ണി. ഹല്ലേലൂയ. 3, വീര്യത്തോടു കൂടെ പരിജ്ഞാനത്തെ ആഡ് ചെയ്യുക. 4, പരിജ്ഞാനത്തോടു കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഇന്ദ്രിയ ജയം. എന്താണ് ഇന്ദ്രിയ ജയം? ദ സെൽഫ് കൺട്രോൾ. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണോ? ദ സെൽഫ് കൺട്രോൾ. കാണാൻ പറ്റാത്ത പലതും നമ്മുടെ മുൻപിൽ വരുമ്പോൾ കാണാതെ ഇരിക്കാനുള്ള ഒരു കൺട്രോൾ. കേൾക്കാൻ നമ്മൾക്ക് കൊതിയുള്ള പലതും നമ്മൾ കേൾക്കുമ്പോൾ അതിനോട് വേണ്ട എന്ന് പറയാനുള്ള ഒരു കൺട്രോൾ. ദ സെൽഫ് കൺട്രോൾ. എങ്ങനെയാണ് ഈ സെൽഫ് കൺട്രോൾ കിട്ടുന്നത്? എങ്ങനെയാണ് ഇന്ദ്രിയ ജയം കിട്ടുന്നത്? പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവനല്ലാതെ വേറെ ഒരുവനും ഇന്ദ്രിയ ജയത്തെ കിട്ടുകയില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ആത്മാവിൽ ജീവിക്കുന്നവനല്ലാതെ ഇന്ദ്രിയ ജയം നിന്റെ മേൽ വരില്ല. സ്തോത്രം. ഇന്ന് പകലിൽ നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ സങ്കല്പങ്ങളെ ആത്മാവിന് വേണ്ടി വിധേയപ്പെടുത്താൻ നമുക്കിടയായിത്തീരണം. നമ്മൾ ഇങ്ങനെ വിധേയപ്പെടുത്തുമ്പോൾ ഇന്ദ്രിയ ജയം, ദ സെൽഫ് കൺട്രോൾ നമ്മളിൽ ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും. ആക്ടിവേറ്റ്. വേറെ ഒന്നും കൊണ്ടും പറ്റത്തില്ല കേട്ടോ. നിങ്ങൾ യോഗ ചെയ്തതുകൊണ്ടോ മറ്റുള്ള മാർഗങ്ങൾ നിങ്ങൾ ചെയ്തതുകൊണ്ടോ പറ്റില്ല. എങ്ങനെയാണ്? ആത്മാവ് നിങ്ങളെ മുഴുവനായി കൺട്രോൾ ചെയ്യണം. ആത്മാവിൽ നടത്തപ്പെടാൻ ഇടയാകണം. ആത്മാവിൽ ജീവിക്കാൻ ഇടയാകണം. ഈ ഒരു തലത്തിലൂടെ നിങ്ങൾ കയറി വരുമ്പോൾ നിങ്ങളിൽ സെൽഫ് കൺട്രോൾ ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും. തീർന്നില്ല. അടുത്തത്, ഇന്ദ്രിയ ജയത്തോടെ എന്താണ് കൂട്ടേണ്ടത്? സ്ഥിരത. എന്താണ് സ്ഥിരത? ഒരു ദിവസം താഴോട്ടാണെങ്കിൽ ഒരു ദിവസം ഗ്രാഫ് മേലോട്ട്, 2 ദിവസം നല്ലതാണെങ്കിൽ 3-ാമത്തെ ദിവസം താഴോട്ട്. അതാണോ സ്ഥിരത? പെർസിവിയർ. എന്നും സ്ഥിരതയോടെ പോകാം. കാരണം ഞാൻ ഈ പറയുന്നത് എനിക്കറിയാം, ഇതിനകത്ത് ഈ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ ഫോളോ ചെയ്താൽ ഐ വിൽ ഗ്യാരണ്ടി യു, നിങ്ങൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഫലമുള്ളവരായിരിക്കും. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, അടുത്തത് സ്ഥിരത. സ്ഥിരതയോടെ അടുത്തത് എന്താണ്? ഭക്തി. ഞാൻ പറഞ്ഞതാണ് ഭക്തി. എന്താണ് ഭക്തി? ദ ഫിയർ ഓഫ് ദ ലോർഡ്. ദൈവത്തെക്കുറിച്ചുള്ള ഭയം വർദ്ധിക്കണം. ഭക്തിക്ക് ശേഷം സഹോദരപ്രീതി. എന്താണ് സഹോദരപ്രീതി? സഹവിശ്വാസികളോടുള്ള സ്നേഹം, മറ്റുള്ളവരോടുള്ള സ്നേഹം. പ്രിയരെ, ദൈവസഭയുടെ ഒരു മുഖമുദ്രയായിരിക്കണം സഹോദരപ്രീതി. മറക്കരുത്. സഹവിശ്വാസിയോട് സ്നേഹമുണ്ടായിരിക്കണം. അവരിൽ ഒത്തിരി തെറ്റുകൾ കണ്ടേക്കാം, എന്നാൽ അവരെ സ്നേഹിക്കാൻ നമുക്കിടയായി തീരണം. സ്തോത്രം. പല പടല പിണക്കങ്ങളുടെയും ഒരു ആധാരമെന്ന് പറയുന്നത് സഹോദര പ്രീതി നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് പകലിൽ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടണോ, ജീവിതത്തിൽ നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആകണോ, ഒന്ന് സഹോദര പ്രീതി നിന്നിലുളവായി വരണം. അവസാനത്തെ ഭാഗം ഇതാണ്, സ്നേഹം. എനിക്ക് പത്രോസിനോട് ഒത്തിരി ഇഷ്ടം തോന്നിയൊരു ഭാഗമാണ്. അവസാനം കൊണ്ടുവന്ന് പത്രോസ് കൊണ്ടുപോയി നിർത്തിയൊരു ഭാഗമുണ്ട്, സ്നേഹം. ഇത്രയും കൂട്ടം കാര്യങ്ങൾ
ജീവിതത്തിൽ വർദ്ധിച്ചു വന്നാൽ, 8-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, ഈ വക വർദ്ധിച്ചാൽ, എല്ലാവരും ഒന്ന് വായിക്കാമോ? ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. ഇത്ര സംഭവം വർദ്ധിക്കണം. ഇത് വലിയ പാടുള്ള പണിയല്ല കേട്ടോ, വലിയ പാടുള്ള പണിയല്ല. വിശ്വാസം വർദ്ധിക്കുക, വിശ്വാസത്തെ കുറച്ചുകൂടെ വർദ്ധിപ്പിക്കുക. അടുത്തത് എന്താണ് പറയുന്നത്? അതിനോട് കൂടെ വീര്യത്തെ നിങ്ങൾ ആഡ് ചെയ്യുക. നിങ്ങളുടെ ധാർമ്മികമായ ആ നന്മയെ ആഡ് ചെയ്യുക, ആ പ്യൂരിറ്റിയെ ആഡ് ചെയ്യുക. ഹല്ലേലൂയ. സഭയിൽ വരുമ്പോൾ ഒരാൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നോ നോ നോ, ഒറ്റ മുഖമേ പാടുള്ളൂ. പ്യൂരിറ്റി ആഡ് ചെയ്യുക, വീര്യത്തോട് പരിജ്ഞാനത്തെ ആഡ് ചെയ്യുക, ദൈവത്തെക്കുറിച്ചുള്ള ആ അറിവ് വർദ്ധിപ്പിക്കുക, വചനം വായിക്കുക. 4, പരിജ്ഞാനത്തോടു കൂടെ ഇന്ദ്രിയജയം ആഡ് ചെയ്യുക. എല്ലാറ്റിനും പോയി കൈ കൊടുക്കരുത്, എല്ലായിടത്തും പോയി നിൽക്കരുത്. പാർട്ടികൾക്ക് വിളിക്കുമ്പോൾ ദൈവത്തിന് ഹിതകരമല്ലാത്തതിനകത്ത് പോയി കൈ കൊടുക്കരുത്, മാറി നിൽക്കണം. പ്രയോജനപ്പെടണ്ടേ, അനുഗ്രഹിക്കപ്പെടണ്ടേ. ദൈവത്തിൻ്റെ ശൈലിയാണിത്, ദൈവത്തിൻ്റെ ശൈലിയാണ്. ഹല്ലേലൂയ. ഇന്ദ്രിയജയത്തോട് സ്ഥിരത, കണ്ടിന്യൂ ഇൻ ദാറ്റ്. സ്ഥിരതയോട് ഭക്തിയോട് അടുത്തത് സഹോദരപ്രീതിയോട് സ്നേഹം. ഇവ വർദ്ധിച്ചാൽ, പത്രോസ് പറയുന്നു, നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് പകലിലും പ്രിയരെ, കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ അടച്ച് ഇത്രയും വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് കുറവുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഏത് മേഖലയിലാണ് എനിക്ക് കുറവുള്ളത്, ആ മേഖലയെ കർത്താവിൻ്റെ കരുത്തിലേക്ക് കൊടുത്തിട്ട് പറ, കർത്താവേ, ഇന്ന മേഖലകളിൽ എനിക്ക് കുറവുണ്ട്, എനിക്കതിനകത്തൊന്ന് വർദ്ധിച്ചു വരാൻ ആഗ്രഹമുണ്ട്, അവിടുന്ന് എന്നെ സഹായിക്കണേ എന്നൊന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകലിൽ ഇവിടെ ഉണ്ട്? നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉയരട്ടെ. ആ ശബ്ദം ഉയർത്തി കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഹല്ലേലൂയ, ഐ നീഡ് ടു ബി എക്സലന്റ് ഇൻ ദാറ്റ്. അതിനകത്ത് എനിക്കൊന്ന് വർദ്ധിച്ചു വരണം. എൻ്റെ വിശ്വാസത്തിനകത്ത് എനിക്കൊന്ന് വർദ്ധിക്കണം, എൻ്റെ വീര്യത്തിനകത്ത് എനിക്കൊന്ന് വർദ്ധിക്കണം, ദൈവത്തോടുള്ള പരിജ്ഞാനത്തിൽ എനിക്കൊന്ന് വർദ്ധിക്കണം, ഇന്ദ്രിയ ജയത്തിൽ എനിക്കൊന്ന് വർദ്ധിക്കണം. ഹല്ലേലൂയ. ദൈവ ഭയത്തിൽ, അങ്ങയോടുള്ള ഭക്തിയിൽ എനിക്കൊന്ന് വർദ്ധിക്കണം, സഹോദര പ്രീതിയിൽ എനിക്കൊന്ന് വർദ്ധിക്കണം, സ്നേഹത്തിൽ എനിക്കൊന്ന് വർദ്ധിച്ചു വരണം. ഹല്ലേലൂയ. ഇതിനകത്ത് നിങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ സ്വർഗം തരുന്ന ഒരു ഗ്യാരണ്ടി, ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും. ഇന്നുള്ള ഈ പ്രശ്നങ്ങളും, ഇന്നുള്ള കടബാധ്യതകളും, ഇന്നുള്ള ദാരിദ്ര്യവും, ഇന്നുള്ള ഇല്ലായ്മകളൊക്കെ അവിടെ നിൽക്കുമ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ വിഷയത്തിനകത്ത് നിങ്ങൾക്ക് വിശ്വസ്തരായി ദൈവസന്നിധി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ഗ്യാരണ്ടി തരാം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പകലിൽ കണ്ണുകളെല്ലാം അടച്ച് ഹൃദയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ പകർന്ന് നമ്മൾ തിരുമേശയിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ പോകുകയാണ്. ഈ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾക്ക് കുറവുകൾ സംഭവിച്ചെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. ഹല്ലേലൂയ, ഏറ്റുപറയുക. എന്നിട്ട് മാത്രമേ തിരുമേശയിലേക്ക് നിങ്ങളുടെ കൈകളെ നീട്ടാവൂ. അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ട് ഇങ്ങനെയുണ്ട്: സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാൽ എന്നെ നിറയ്ക്കണമേ. അറിയാവുന്ന എല്ലാ ദൈവമക്കളും നിങ്ങൾക്ക് ആ പാട്ടുകളെ ഒരുമിച്ച് പാടി. എല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ,
ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യസ്നേഹത്താലെന്നെ എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ തേജസ്സാലെന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനാ എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമാ തീർന്നിടേണമേ പ്രിയനേ തിരുനാമം ഉയർന്നിടട്ടെ തീർന്നിടേണമേ പ്രിയനേ തിരുനാമം ഉയർന്നിടട്ടെ എല്ലാം അങ്ങേ മഹത്വത്തിനാ ഓ വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച ജനം ആമേൻ വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച ജനം നിന്റെ പൊന്നുനാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. ഓ നിന്റെ പൊന്നുനാമ മഹത്വത്തിനായി ദീനം ശോഭിപ്പാൻ കൃപ നൽകണമേ. ഓ എല്ലാം അങ്ങേ മഹത്വത്തിനാ എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമാ തീർന്നിടേണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ. ഓ തീർന്നിടേണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനാ. പഴയ നിയമത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, നീതിമാനായിട്ട് മുടിഞ്ഞ് പോയ ഒരുത്തനുമില്ല. ഇന്ന് പകലിൽ പ്രിയരെ, ദൈവത്തിന് വേണ്ടി നിന്നിട്ട് മുടിഞ്ഞു പോയവൻ, തകർന്നു പോയ ഒരുത്തൻ പോലും ഇല്ല. എന്നാൽ ദൈവത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ജീവിതത്തിൽ പാലിപ്പാൻ നമുക്കിടയാകട്ടെ. അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. ജീവിതത്തിൽ ഉയർച്ചകൾ വരാൻ കുറുക്ക് വഴികളില്ല. അങ്ങനെ സാധിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. ഹല്ലേലൂയ. എന്നേക്കുമായി നിലനിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ കുറുക്ക് വഴികളിലൂടെ വരില്ല. അത് നിങ്ങളുടെ സ്വഭാവ ഗുണത്തിലൂടെ വരൂ, നിങ്ങളുടെ ജീവിത ശൈലിയിലൂടെ വരൂ. ഇന്ന് പകലിൽ അതിനായി നമ്മളെ ഒന്ന് സമർപ്പിക്കാം. നമ്മളെ തന്നെ നമുക്ക് കണ്ടുണരാം. ഇന്ന് പകലിൽ തുടർന്നുള്ള നിമിഷങ്ങൾ നമ്മൾ തിരുമേശയിലേക്ക് പ്രവേശിക്കുവാൻ പോകുകയാണ്. അതിനകത്ത് പാർട്ടേക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. അല്ലാത്ത പ്രിയപ്പെട്ടവർക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. തിരുമേശയിൽ നിന്ന് ഭാഗവാക്കുകളാകുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ എഴുന്നേറ്റ് നിൽക്കാം.